നമ്മൾ ഇപ്പോൾ ലാസ്റ്റായ, അതായത് യൂണിറ്റ് 3-ൻ്റെ ലാസ്റ്റ് ലെസനായ, മൂന്നാമത്തെ ലെസനായ സ്പീച്ചിനെ പറ്റിയിട്ടുള്ള ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഇതാണ് ഒരു സ്പീച്ചാണ്. ഇവർ നൈജീരിയൻ ലേഡി അവരുടെ സംസാരം അല്ലെങ്കിൽ പ്രസംഗത്തിനെ പറ്റിയാണ് ഈ ലെസണിൽ നമ്മൾ പരാമർശിക്കുന്നത്. ഈ ലെസൺ, ഈ സ്പീച്ച് അല്ലെങ്കിൽ ഈ സംസാരം അവർ ടെഡ് ഗ്ലോബൽ, അതായത് ദ സ്പീച്ച് വാസ് ഒറിജിനലി ഡെലിവേർഡ് അറ്റ് ടെഡ് ഗ്ലോബൽ in July 2009 by Negusighi. She explains her childhood and how she began to read and write at her early years. Her characters represented Western culture. ഈ പറഞ്ഞ ഓഥർ നൈജീരിയയിലാണ് ജനിച്ചതും വളർന്നതും. അവിടെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, ചൈൽഡ്ഹുഡ് ആയ സമയത്ത് തന്നെ 2 വയസ്സിൽ തന്നെ സംസാരിക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങി. അവരുടെ ചൈൽഡ്ഹുഡിൻ്റെ എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്തത്. മാത്രമല്ല 4 വയസ്സായപ്പോൾ എഴുതാനും തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഇവർക്ക് ജന്മന എഴുതാനും വായിക്കാനും ഇമാജിനേഷൻ ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ട് എന്നർത്ഥം. മാത്രമല്ല അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം കഥകൾ എഴുതുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഓരോ സ്റ്റോറിയിലും നമ്മൾ കാണുന്നത് ഈ നമ്മളുടെ ലെസൻ്റെ പേര് തന്നെ നോക്കൂ, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഒറ്റ കഥയുടെ കുഞ്ഞു കുഞ്ഞു കഥകൾ, ചെറുകഥകൾ എഴുതുന്ന സ്ത്രീയാണ്. അപ്പോൾ അതിൽ അവർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. വെസ്റ്റേൺ കൾച്ചറുള്ള നൈജീരിയൻ ലേഡിയാണ്, ആഫ്രിക്കൻ ഒറിജിനാണ്. പക്ഷേ വെസ്റ്റേൺ കൾച്ചറിനെ പറ്റി ഇവർ വായിച്ച പുസ്തകങ്ങളിൽ കൂടെ അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ ഇൻഫ്ലുവൻസ് ഇവരുടെ ക്യാരക്ടേഴ്സിലും കാണാമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഇവിടെ ദ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ്സ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് ദ പ്രോബ്ലം വിത്ത് ദ സ്റ്റീരിയോടൈപ്സ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ ബട്ട് ദേ ആർ ഇൻകംപ്ലീറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ സ്റ്റീരിയോടൈപ്പ് എന്ന് വെച്ചാൽ ഒരേ മാതിരി വരിക, ഒരേ ടൈപ്പിലുള്ള സ്റ്റോറികളാണ് ഇവർ എഴുതിയിട്ടുള്ളത്. ആ സ്റ്റോറികളിൽ കൂടെ അവർ പറയുന്നത് ഒരേ മാതിരിയുള്ള കഥകളുമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സത്യമായിട്ടുള്ള കഥയല്ല. അത് മാത്രമല്ല അത് കംപ്ലീറ്റും ആവുന്നില്ല, അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദ ഓൺലി സ്റ്റോറി. അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റോറി വൺ സ്റ്റോറി ആയിട്ട് മാറുന്നത്. ഇവിടെ ഇവർ ഒരു സ്പീച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു. ആ സ്പീച്ചിനെ പറ്റിയാണ് ഈ ലെസണിൽ കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത്. ഈ സ്പീച്ചിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അവർ എങ്ങനെയാണ് ഓഡിയൻസിനോട് സംസാരിക്കുകയും അവരുടെ ശ്രദ്ധ തന്നിൽ പിടിച്ചു നിർത്താനും വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ എടുത്ത് ഞാൻ പറയുന്നു, കാരണം നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും, പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ട്രെയിനിങ് കിട്ടും. ഈ ലെസണിൽ പറഞ്ഞിട്ടുള്ള ഈ ടെക്നിക്സ്, ഈ ലേഡി ഉപയോഗിച്ച ടെക്നിക്സ് നിങ്ങളുടെ പ്രസംഗത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അത് ഷീ യൂസസ് റിപ്പിറ്റേഷൻ വെരി ഇഫക്റ്റീവ്ലി ത്രൂ ഔട്ട് ഹർ പ്രസൻറ്റേഷൻ. പറയുമ്പോൾ അവരുടെ കഥ എഴുതുന്നതിലും പറയുന്നതിലും അവരുടെ സ്പീച്ചിലും അവർ ഇഫക്റ്റ് വരാൻ വേണ്ടി എടുത്തെടുത്ത് പറയും. റിപ്പിറ്റേഷൻ. She tells the audience stories about her childhood in Nigeria. നൈജീരിയയിൽ അവർ കുട്ടിയായിരുന്നപ്പോൾ നടന്ന സംഭവങ്ങളെപ്പറ്റി അവളുടെ ജീവചരിത്രത്തെ അവൾ എടുത്തു പറയുന്നു. She maintains eye contact with the audience. ഓഡിയൻസിന്, അതായത് കേൾക്കാനിരിക്കുന്നവരെയാണ് നമ്മൾ ഓഡിയൻസ് എന്ന് പറയുക. അവരെ നോക്കിക്കൊണ്ട് കണ്ണുകൊണ്ട് എല്ലാവരെയും നോക്കിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ശ്രദ്ധ നമ്മൾക്ക് കണ്ണിൽ കൂടെ പിടിച്ച് നമ്മളിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കും എന്ന് അതിൻ്റെ ഉപയോഗം അതാണ്. ഐ കോണ്ടാക്ട് എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം. അപ്പോൾ നിങ്ങൾ കുനിഞ്ഞു നിന്നുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൽ ബലമില്ല. നേരെ നോക്കി നിങ്ങളുടെ ഓഡിയൻസിനെ നോക്കി നല്ല വിധത്തിൽ പ്രസൻറ്റ് ചെയ്യണം നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ്. ഹർ സ്പീച്ച് ഈസ് സ്മൂത്ത്, കോൺഫിഡൻറ്റ് ആൻഡ് ചാമിങ്. അവളുടെ സ്പീച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ടാണ് പോകുന്നത്. സ്ലോ ആയിട്ടും സ്മൂത്തായിട്ടും സന്തോഷമായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും അവൾ പറയുന്നത് എന്താണെന്ന് അവൾക്ക് നല്ല അറിവുണ്ട്, കോൺഫിഡൻ്റ് ആണ്. മാത്രമല്ല വളരെ ചാമിങ് ആയിട്ട്, വളരെ കേൾക്കാൻ സുഖമുള്ള വിധത്തിലാണ് അവളുടെ സംസാരം നടത്തിക്കൊണ്ട് പോകുന്നത്. ഷീ റിലേറ്റ്സ് ഹർ ഫസ്റ്റ്
awkward encounter with her roommate in the USA. USA പോയപ്പോൾ ആദ്യമായിട്ട് അവൾ നൈജീരിയയിൽ നിന്ന് USA പോകുന്നു. അവിടെ ഒരു റൂംമേറ്റിൻ്റെ ഹോട്ടലിൽ താമസിക്കുന്ന റൂമിൽ അവളുടെ കൂടെ വന്ന റൂംമേറ്റിൻ്റെ ഒരു സുഖമില്ലാത്ത വിധത്തിലുള്ള പെരുമാറ്റം, അതിനാണ് നമ്മൾ ഓക്വേർഡ് എന്ന് പറയുക. ഓക്വേർഡ് ബിഹേവിയർ, ഓക്വേർഡ് എൻകൗണ്ടർ. ബിക്കോസ് അവൾക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിലാണ് റൂംമേറ്റ് പെരുമാറിയത്. അതിനെപ്പറ്റിയും എടുത്ത് പബ്ലിക് സ്പീക്കിങ്ങിൽ പറയുന്നു. കാരണം എന്താ, അവളുടെ ചൈൽഡ്ഹുഡ്, അവളുടെ എക്സ്പീരിയൻസ് ആണ് അവളുടെ ഈ സ്പീച്ചിൽ കൂടെ അവൾ ഓഡിയൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓഡിയൻസിന് ഇവളുടെ സ്പീച്ചിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരും, കൂടുതൽ ശ്രദ്ധയോടെ അവർ കേൾക്കും. അടുത്ത്, ഷീ ഈസ് ഏബിൾ ടു മോഡുലേറ്റ് ഹെർ വോയിസ് പ്രോപ്പർലി. അതായത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്പീക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൺട്രോളിങ് യുവർ വോയിസ് ആസ് പെർ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ വേർഡ് ഗിവൺ ദെയർ, ദാറ്റ് ഈസ് കോൾഡ് മോഡുലേഷൻ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ താത്തും പൊക്കിയും ഫ്ലോ ചെയ്യുന്ന ആ വേർഡ് ഉപയോഗിക്കേണ്ട ഏത് സമയത്താണോ ദേഷ്യമായിട്ടുള്ള വരുന്നത്, ഉറക്കെ പറയേണ്ട ആവശ്യം വരുന്നത്, സ്ലോ ആയിട്ട് പറയേണ്ട ആവശ്യം വരുന്നത്, ശബ്ദം താത്തി കുറച്ച് താത്തി, അപ്പോൾ കേൾക്കുന്നവർക്ക് ഇതെന്താ പറയണതെന്ന് കേൾക്കാനുള്ള ഒരു ജിജ്ഞാസയുണ്ടാവും. അങ്ങനെ ആ ടെക്നിക്കിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ മോഡുലേഷൻ എന്ന് പറയുക. ഷീ ഈസ് ഏബിൾ ടു ഇൻ്ററാക്ട് വിത്ത് ദ ഓഡിയൻസ്. ഇവർ സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ ഓഡിയൻസിനോട് ചില ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്ന വിധത്തിലാണ് സംസാരിക്കുന്നത്. അതായത് ഓഡിയൻസുമായിട്ട് അവർ ഇൻട്രാക്ഷൻ ചെയ്യുന്ന മാതിരി നമുക്ക് തോന്നും, അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് കേട്ടാൽ, നല്ല പ്രാസംഗികൻ സംസാരിക്കുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ചിലരിങ്ങനെ എന്നൊക്കെ പല ആക്ഷൻസ് കാണിക്കാറുണ്ട്. ലിസൺ ചെയ്യുമ്പോൾ ഈ പ്രാസംഗികൻ പറയുന്ന വാക്കുകൾ സത്യമാണ്, ശരിയാണ് എന്ന അർത്ഥം വരുന്നതാണ് ഈ ഓഡിയൻസിലിരിക്കുന്ന ആൾക്കാരെ തല നോഡ് ചെയ്ത്, അതായത് തല കുലുക്കി അത് സമ്മതിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്ററാക്ഷനാണ്, ഓഡിയൻസിൻ്റെയും പ്രാസംഗികൻ്റെയും ഇൻ്ററാക്ഷനാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണുന്നത്. ഹെർ ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റേഴ്സ് ആർ എക്സലൻറ്റ്. അവളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ കൈയൊക്കെ എടുത്ത് എക്സ്പ്രഷൻസൊക്കെ കൂട്ടി ഞാൻ പറയുന്നു എന്നുള്ള പദത്തിൽ ഒക്കെ പറയുമ്പോൾ ആ ജസ്റ്റേഴ്സൊക്കെ വളരെ ആപ്റ്റ് ആൻഡ് എക്സലൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കൂടിയൊക്കെ അവളുടെ പ്രസംഗത്തിൽ ഒരു ബോറടി തോന്നില്ല, കേൾവിക്കാർക്ക് അവരുടെ പ്രസംഗത്തിൽ ഒരു ബോറടി തോന്നില്ല. അതുകൊണ്ടാണ് ബോഡി ലാംഗ്വേജും ജസ്റ്റേഴ്സും എക്സലൻ്റ് നമ്മൾ പരാമർശിക്കുന്നത്. ഷീ ഡസൻറ്റ് ഹാവ് എനി സ്റ്റേജ് ഫിയർ. സ്റ്റേജിൽ കയറി നിന്ന് ഓഡിയൻസിനെ നോക്കി സംസാരിക്കാൻ അവൾക്ക് ഒരു ഭയമില്ല. കാരണം ചിലർക്ക് സ്റ്റേജിൽ കയറിയാൽ തന്നെ ഓഡിയൻസിനെ കാണുമ്പോൾ തൊണ്ട വരലും, ശബ്ദം പുറത്തേക്ക് വരില്ല, കാല് തമ്മിൽ കൂട്ടിയിടിക്കും, കൈകാലുകൾ വിറയ്ക്കും. അത് സ്റ്റേജ് ഫിയർ ആണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കി പ്രസംഗിച്ച് ശീലിച്ചിട്ടില്ലാത്ത കൊണ്ടാണ് ഭയം വരിക. ആൾക്കാരെ കാണുമ്പോൾ, തൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയം വരും. പ്രാസംഗികന് വാക്കുകൾ പുറത്തേക്ക് വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവൾക്കില്ല. കാരണം ഷീ ഈസ് എൻ എക്സലൻറ്റ് പബ്ലിക് സ്പീക്കിംഗ് പേഴ്സൺ. ഹെർ സ്പീച്ച് ഈസ് ഇമോഷണലി ചാർജ്ഡ്. ഇമോഷണലി ചാർജ് എന്ന് വെച്ചാൽ അവളുടെ വാക്കുകളിൽ കൂടെ അവളുടെ ഫീലിങ്സിനെ അവൾ ഫിൽ ചെയ്ത് ആൾക്കാരുടെ മനസ്സിലേക്ക് തറച്ചു കയറുന്ന വിധത്തിലാണ് അവൾ ഇമോഷൻസിനെ, പല വിധത്തിലുള്ള ഇമോഷൻസ് അവൾ ഇൻക്ലൂഡ് ചെയ്താണ് സംസാരിക്കുന്നത്. She is able to hook the audience from the very beginning of her speech. തുടക്കം മുതൽ അവളുടെ പ്രസംഗം തുടക്കം മുതൽ ഹുക്ക് എന്ന് വെച്ചാൽ അവരെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തുക, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ മുഴുവനും പ്രാസംഗികനായ തന്നിലേക്ക് നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് അവൾക്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ അവളുടെ പ്രസംഗം ചെയ്യാനും അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. നമ്മൾക്കത് ഡെയിലി ലൈഫിൽ നമ്മളുടെ പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ പ്രസംഗവും നല്ല വിധത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു 3 കാര്യങ്ങളാണ് ലെസൺസ് ആണുള്ളത്.
കൺക്ലൂഡ് ചെയ്യുകയാണ് നമ്മൾ. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ യൂണിറ്റിൽ കൂടെ, ആദ്യത്തെ ലെസണിൽ കൂടെ എന്ത് മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്? ദ മെസ്സേജ് റിലേറ്റഡ് ടു ഹ്യൂമൻ ഫീലിങ്സ്, ആപ്റ്റ് ടു റിയാക്ഷൻ വെൻ required to support someone who is in need of it. ഒരു സഹായം ആവശ്യമുള്ള ഒരു ആൾക്ക് ആ സമയത്ത് സഹായിക്കുക എന്നുള്ള ആ മെസ്സേജാണ് ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള ആ സ്റ്റോറിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയത്. രണ്ടാമത്തെ യൂണിറ്റിൽ കൂടെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ആ പോയട്രിയിൽ കൂടെ ഫെയ്ത്ത് ഇൻ ഗോഡിൽ അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനിൽ വിശ്വാസം എത്രത്തോളം ദൃഢമായിട്ട് വയ്ക്കുന്നോ അത്രത്തോളം അത് നമ്മൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള മെസ്സേജാണ് പോയട്രിയിൽ കൂടെ തന്നിട്ടുള്ളത്. മൂന്നാമത്തത് ഈ യൂണിറ്റിൽ അതായത് ഈ പറഞ്ഞ ലാസ്റ്റ് ലെസണിൽ കൂടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇതിൽ കൂടെ നമ്മൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിൽ, അതായത് അവളുടെ സംസാരത്തിൽ കൂടെ നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് എത്രത്തോളം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാമെന്ന് അവൾ കാണിച്ചു തരുന്നു എന്നുള്ള ആ മോറലാണ് മൂന്നാമത്തെ ലെസനും യൂണിറ്റ് 3ൻ്റെ ലാസ്റ്റ് ലെസണിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായോ? എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ റിവിഷൻ നല്ലപോലെ വൃത്തിയായിട്ട് പഠിക്കുക.